എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പിയും നല്ല എരിവുള്ള ഒരു പഴംപൊരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. സാധാരണ മധുരമുള്ള പഴംപൊരിയാണ് എല്ലാവരും ഉണ്ടാക്കൽ. ഇത് എരിവുള്ള പഴംപൊരിയാണ്. അത് എങ്ങനെയാണെന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് 250 ml ആണ്. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പത്തിരിപ്പൊടിയാണ്, നൈസ് പത്തിരിയുടെ പൊടിയാണ്. ഇനി വേണ്ടത് അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ റവ, വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതേ സ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് വലിയുള്ളിയാണ്, സവാള കൊത്തിയരിഞ്ഞ് വെച്ചതാണ്. ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞ് വെച്ചതാണിത്. പിന്നെ വേണ്ടത് കരിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്. അത് കുറച്ച് കൂടുതൽ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്, അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിതിലേക്ക് 1 കോഴിമുട്ടയാണ് എടുത്തത്. അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ബാറ്റർ. നല്ല ക്രിസ്പിയും നല്ല എരിവുള്ള ഈ പഴംപൊരി കഴിക്കാൻ നല്ല രസമാണ്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മധുരമുള്ള പഴംപൊരി മാത്രമാണല്ലോ ഇതുവരെ കഴിക്കാറ്. ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ ഇനി അതുപോലെ തന്നെയാണ് പഴംപൊരി ഉണ്ടാക്കുള്ളൂ. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതുപോലെ ഞാനൊരു 2 വലിയ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓരോന്നോരോന്ന് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിത് ആദ്യം തന്നെ മുഴുവനായിട്ട് ഇതുപോലെ ബാറ്ററിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പഴം പൊട്ടിപ്പോകാതെ നോക്കണം, നീളത്തിൽ തന്നെ നമുക്ക് കിട്ടണം. ഇനി നടുവേ ചീന്താതെ മുഴുവനായിട്ട് തന്നെ നീളത്തിലരിഞ്ഞതായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ പഴംപൊരിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സാധാരണ പഴംപൊരി പൊരിക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പിയും ടേസ്റ്റ് ആയിട്ടുള്ള ഈ പഴംപൊരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു പഴംപൊരിയാണ്. വലിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടിയതായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഒരു ഭാഗം നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം വേവിച്ചെടുത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും എരിവുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.